തലസ്ഥാനത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരുടെ ജാമ്യം തള്ളി കോടതി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള 10 പ്രതികളുടെ ജാമ്യമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിഷേധിച്ചത്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് പ്രതികളായ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള 10 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ S. സന്തോഷ് കുമാറും ED അഭിഭാഷകൻ സന്തോഷ് ജോസും കോടതിയിൽ വാദിച്ചു. അതിനാൽ ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നും ഇരു അഭിഭാഷകരും വ്യക്തമാക്കി. പ്രതികളുമായി യാതൊരുവിധ മുൻവൈരാഗ്യവും ഇല്ലാതിരുന്ന സർക്കാർ ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പ്രതികളുടെ പ്രവൃത്തി ലഘൂകരിച്ച് കാണിക്കാൻ കഴിയില്ലെന്നും അക്കാര്യത്തിൽ കോടതി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുമെന്നും അഭിഭാഷകർ കോടതിയിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ജഡ്ജി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. കൂടാതെ മാസപ്പടി കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നും കേസിലെ അന്വേഷണം പ്രമുഖ വ്യക്തികളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ സമാനമായ പ്രതിഷേധവും ആക്രമണവും വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ കാരണമാകുമെന്നും അഭിഭാഷകർ കോടതിയിൽ അറിയിച്ചു. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ ഇത് കാരണമാകുമെന്നും കോടതിയിൽ ഇരു അഭിഭാഷകരും വാദിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. നേരത്തെ കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയത് വിവാദമായതിനെ തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് ഗീനാകുമാരിയെ മാറ്റുകയും ചെയ്തിരുന്നു. ജനം, തിരുവനന്തപുരം.